ആരോഗ്യപരമായി എന്ന് പറയുന്നതിനർത്ഥം നമ്മൾ ശരിയായ രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ട് അത് ശരിയായ രീതിയിൽ ദഹിച്ച് അതിനെ ശരിയായ രീതിയിൽ ആഗിരണം ചെയ്ത് അത് പ്രോപ്പറായിട്ട് ആ വേസ്റ്റ് മെറ്റീരിയൽ പുറന്തള്ളപ്പെടുന്നതിനെയാണ്. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിനെ തന്നെ അത് ബാധിക്കും. അങ്ങനെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിനെപ്പറ്റിയാണ്. നമസ്കാരം, നല്ലയിൽ ആയുർവേദയിൽ നിന്നും ഞാൻ ഡോക്ടർ ലക്ഷ്മി ശരണ്യ. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ വയറിലെത്തി ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ചെറുകുടൽ വൻകുടലിലെത്തി അതിൻ്റെ ആഗിരണം ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് മെറ്റീരിയൽ പുറന്തള്ളപ്പെടുകയാണ് ചെയ്യാറ്. എന്നാൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് എന്തെങ്കിലും ഒരു റീസൺ കാരണം നമ്മൾ അത് ശരിയായ രീതിയിൽ നടന്നില്ലെങ്കിൽ അത് നമ്മുടെ വൻകുടലിൽ കെട്ടിക്കിടക്കും. അതെയാണ് നമ്മൾ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. അത് ഭയങ്കര ഭീകരമായിട്ടൊരു അവസ്ഥയാണ്. സാധാരണ 1-2 ദിവസങ്ങളൊക്കെ ആണെങ്കിൽ പലർക്കും അത് സ്വാഭാവികമായിരിക്കും. എന്നാൽ അത് വളരെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രശ്നമൊക്കെ ആണെങ്കിൽ മാനസികപരമായി തന്നെ നമ്മളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് തന്നെയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് ഹോട്ടൽ ഫുഡൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ ഭക്ഷണത്തിന് വരുന്ന മാറ്റം, നമ്മൾ ചപ്പാത്തി പെട്ടെന്ന് കഴിക്കുന്ന ആൾ അത് മാറ്റി വേറെ എന്തെങ്കിലും കഴിക്കുകയാണ്, അങ്ങനെ എന്തെങ്കിലും മാറ്റം വരുമ്പോഴൊക്കെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാറുണ്ട്. പിന്നെ വെള്ളം കുടിക്കാതിരിക്കുക, നമ്മൾ പ്രോപ്പറായി നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം കുടിക്കാണ്ടിരിക്കുമ്പോഴും കോൺസ്റ്റിപ്പേഷൻ കാണാറുണ്ട്. അതുപോലെ നമ്മുടെ ചില മരുന്നുകൾ, നമ്മളിപ്പം അയൺ ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്ന ആളുകൾക്ക് അറിയാം, അത് കഴിച്ചു കഴിഞ്ഞാൽ ചിലർക്കെങ്കിലും ഈ കോൺസ്റ്റിപ്പേഷൻ കണ്ടുവരാറുണ്ട്. പിന്നെ ഗർഭിണികൾക്കൊക്കെ പൊതുവേ ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാറുണ്ട്. അതേപോലെ ഈ തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവർക്കും അത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മൂവ്മെൻറ്റ്, നമ്മുടെ കുടലിൻ്റെ ഒരു മൂവ്മെൻറ്റ് വളരെ സ്ലോ ആയിരിക്കും. അതാണ് ഈ മൂവ്മെൻ്റ് നമ്മുടെ ആ ഒരു വേസ്റ്റ് മെറ്റീരിയലിനെ പുറന്തള്ളാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ആ മൂവ്മെൻറ്റ് കുറയുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ മറ്റു കാരണങ്ങളാണ് നമ്മുടെ ഭക്ഷണത്തിൽ വേണ്ട അളവിൽ ഫൈബർ ഇല്ലാതിരിക്കുക എന്നുള്ളത്. അതേപോലെ സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിലും ആങ്സൈറ്റി ഒക്കെ ഉണ്ടെങ്കിലും പല ആളുകൾക്കും കോൺസ്റ്റിപ്പേഷൻ കാണാറുണ്ട്. അതായത് എന്തെങ്കിലും ഒരു ഇവന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രിപ്പൊക്കെ പോകാനുണ്ട്, ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഈ ഒരു അവസരങ്ങളിലൊക്കെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാറുണ്ട്. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതേപോലെ പ്രായം കൂടുമ്പോഴും നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു മുഴകളോ ഫൈബ്രോയിഡോ അങ്ങനെ എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ ഉണ്ടെങ്കിലും കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള സാധ്യതയുണ്ട്.